തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറുമോ എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യമാണ്. സ്റ്റാലിൻ മൂന്നാം വട്ടവും ഉറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതിന് പിണറായിയാണ് ഇപ്പോൾ മോഡലാക്കിയിരിക്കുന്നത്. കേരളത്തിൽ കേരളത്തിലെ ഈ മോഡല് അവിടെ ഏത് തരത്തിലാകാൻ വഴിയുണ്ട്? ഇത് ഒരുപാട് സാമ്യങ്ങളുണ്ട് കേരളത്തിലെ സ്റ്റാലിനും തമിഴ്നാട്ടിലെ സ്റ്റാലിനും തമ്മിൽ. ഇപ്പോൾ രണ്ടാം ഊഴം കഴിഞ്ഞ് മൂന്നാം ഊഴം തേടുകയാണ് രണ്ടുപേരും. രണ്ടാം ഊഴം തേടുമ്പോൾ കേരളത്തിലെ LDFിൻ്റെ മുദ്രാവാക്യം തന്നെ LDF വരും, എല്ലാം ശരിയാകും എന്നായിരുന്നു. ഇപ്പോൾ അത് പറയാറില്ല. കാരണം ജനങ്ങൾ ആ പറഞ്ഞതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കും എന്നതുകൊണ്ട്. എല്ലാം കുളമായി എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ സ്റ്റാലിൻ പറഞ്ഞിരുന്നത്, സ്റ്റാലിൻ താൻ വരാര് നല്ലാഴ്ചി തരപ്പോരാര് അതുതാൻ മക്കളോട് മുടിവ് എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ സ്റ്റാലിനാണ് വരാൻ പോകുന്നത്, നല്ല ഭരണം വരാൻ പോകുന്നു, നമ്മുടെ ഇവിടെ പ്രത്യേക സമുദായക്കാർ നല്ല കാലം വരാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ. അന്ന് ഇദ്ദേഹത്തിനെ സഹായിച്ചിരുന്നത് പ്രശാന്ത് ഭൂഷൺ അധികാരത്തിൽ എത്തിക്കുന്നതിൽ വലിയൊരു സുപ്രധാനമായ പങ്ക് അന്ന് വഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ ആ പ്രശാന്ത് ഭൂഷൺ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നില്ല. അത് തന്നെ വലിയൊരു സൂചകമാണ്. പ്രശാന്ത് ഭൂഷൺ ഇപ്പോൾ നിൽക്കുന്നത് വെട്രിവേൽ, തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന വിജയ് സിനിമാ നടൻ, സൂപ്പർ സ്റ്റാർ വിജയിൻ്റെ കൂടെയാണ്. ഇത് വല്ലാതെ വിറയലായിട്ട് മാറുന്നുണ്ട് സ്റ്റാലിന്. സ്റ്റാലിൻ ശരിക്കും പറക്കുക BJP കൊണ്ടല്ല, അതിന് പുറമെയാണ് വെട്രിക്കഴകം, തമിഴ് വെട്രിക്കഴകം TVക്ക്. അതുകൂടാതെ വലിയൊരു ഭീഷണിയാണ് പണ്ട് ചിന്നിച്ചിതറി നിന്നിരുന്ന ADMK. ഇപ്പോൾ ഒന്നായി ADMK തന്നെ ഇപ്പോൾ പല വിഭാഗങ്ങളായിരുന്നു, അവാന്തര വിഭാഗങ്ങൾ ഒന്നിച്ചൊന്നായി. അത് വലിയൊരു ഭീഷണി. അതിനു പുറമെ ഈ ഒന്നിച്ച ADMK BJPയുമായിട്ട് ഒന്നിച്ചു, സഖ്യമായി. എന്നിട്ടും അണ്ണാമലൈ പോയില്ല, BJP തന്നെ ഉറച്ചു നിൽക്കുക. ഈ സ്റ്റാലിനെ ഇവിടുന്ന് പുറത്താക്കിയേ ഞാൻ ചെരുപ്പിടുമെന്ന് പറഞ്ഞ് കയ്യിൽ ബാറുള്ള ചെരുപ്പും വെച്ചോണ്ടിരിക്കുക ഈ IPSകാർ. ഞാനൊന്ന് പറഞ്ഞാൽ അത് നടപ്പിൽ വരുവേ എന്ന് തമിഴ് പണ്ട് സിനിമാ ഡയലോഗ് പോലെ, ഞാൻ നനച്ചാൽ അത് നടപ്പിൽ വരുവേ എന്ന് പറയുന്നത് പോലെ തന്നെ രണ്ടും കൽപ്പിച്ച് തന്നെ സ്റ്റാലിൻ ഇവനെ ഇവിടുന്ന് പുറത്താക്കും, ഈ അഴിമതി രാജാവിനെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് ഉറച്ച വാശിയില്ല. വാസ്തവത്തിൽ ഈ അണ്ണാമലൈ വരുന്നതിന് മുമ്പേ തന്നെ തമിഴക രാഷ്ട്രീയത്തിൽ BJPയുടെ ഒരു നിർമ്മാണം നടന്നിരുന്നു. അതിപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരുകൻ, വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു മന്ത്രി ഇപ്പോഴും അദ്ദേഹം. ആ മുരുകനാണ് തുടങ്ങി വെച്ചത്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, BJPയുടെ ശക്തി ഉയർത്ത മന്ത്രം മുരുകനാണ്. തമിഴ്നാട്ടിലെ മുരുകൻ എന്ന് പറഞ്ഞാൽ മന്ത്രി മുരുകനല്ല, മുരുകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തമിഴ്നാട്ടിലെ വേൽ മുരുകൻ എന്ന് പറഞ്ഞാൽ, അതെ, പളനിമല കോവിലിലെ പാൽക്കാവടി. അപ്പോൾ മലയാളത്തിനും അനുഭവമുള്ളതാണ് ഇതിൻ്റെ. നമ്മളും കണ്ടിട്ടുണ്ടല്ലേ കാവടി ഇതൊക്കെ പറഞ്ഞിട്ട്, വലിയ ചില അവതാരകർ വരെ കാവടി എടുത്ത് പോകാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് വേൽമുരുകൻ. തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വേൽമുരുകനെ സ്തുതിച്ചുള്ള ജ്ഞാനപ്പഴം എന്നുള്ള പാട്ട് കേൾക്കാതെ തിരിച്ചു പോരാൻ പറ്റുന്നില്ല. അത്രമാത്രം അവരുടെ ആ DNA ഉൾച്ചേർന്നിട്ടുള്ള ഒന്നാണ് മുരുകൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുരുകൻ ഈ മുരുക ക്ഷേത്രങ്ങൾക്ക് മുൻപിലാണ് ആദ്യമായിട്ട് BJPക്ക് വേണ്ടി പ്രചാരണം നടത്തിയത്. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കുറച്ചൊക്കെ അവരുടെ വോട്ട്, ഒരിക്കലും അവർക്ക് ഫുട് പ്രിൻ്റ് ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരിടത്തേക്ക് താമരയ്ക്ക് ഫുട് പ്രിൻ്റ് ഉണ്ടാക്കാൻ കഴിയും. അതിന് പുറത്താണ്, ആ ഒരു അടിസ്ഥാന ശിലയുടെ പുറത്താണ്, ആധാരശിലയുടെ പുറത്താണ് തൻ്റെ വലിയൊരു സാമ്രാജ്യം അണ്ണാമലൈ സ്ഥാപിച്ചത്. പക്ഷേ അതുകൊണ്ടും അതിനും അപ്പുറമുള്ള അംബീഷൻ, മഹത്വാകാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹത്തിലാണ് BJP. അതും പോരാ. അവിടെ ഭരണത്തിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ഒരു നിർണായക ശക്തിയാക്കി മാറ്റണം. അതാണ് അമിത്ഷായുടെ തന്ത്രം. അതുകൊണ്ട് അണ്ണാമലയെ ഇങ്ങ് മാറ്റി നിർത്തി. അണ്ണാമലൈ ഉള്ളിടത്തോളം ഇവർ തമ്മിൽ ചേരുകയല്ല. ആര് തമ്മിൽ? ADMKയും BJPയും തമ്മിൽ. അതുകൊണ്ട് അണ്ണാമലയെ ഇങ്ങ് അടർത്തിയെടുത്തു. വലിയ തന്ത്രമാണ് അത് കാണിച്ചത്. സാധാരണഗതി ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത്. ഒരു പൊട്ടിത്തെറി ഉണ്ടാവാതെ, ഒരു പോറൽ വേൽക്കാതെ അദ്ദേഹം ഒരു സുഖര പ്രസവം തന്നെ
അവിടെ സൂകര പ്രസൂതി എന്നല്ലേ എന്ന് പറഞ്ഞു. അതെ, അത് തന്നെ അവിടെ നടത്തി. അതിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന നില എന്ന് പറഞ്ഞാൽ തമിഴ് വെട്രി കഴകം അത് വലിയ ശക്തി ആർജി പ്രശാന്ത് ഭൂഷൺ അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതൊരു ശക്തിയാണ്. ഈ ഒരൊറ്റ ശക്തി മതി സ്റ്റാലിനെ സംഹരിക്കാൻ. അതുകൊണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട് മൂപ്പര്. ആ പേടി കൊണ്ടാണ് അദ്ദേഹം ഈ തമിഴ് ഗൗരവം, തമിഴ് മാനം കാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ത്രിഭാഷാ പദ്ധതി എതിർക്കുന്നത്, അതുപോലെ സ്വയംഭരണം നടത്താൻ വേണ്ടി മലയാളിയായിട്ടുള്ള ഒരാളിനെ കമ്മീഷനായിട്ട് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ തന്ത്രമാണ്. ഇതൊക്കെ തമിഴ് അഭിമാനം അങ്ങനെ ഉയർത്തിയിട്ട് ആ വോട്ട് തനിക്ക് ആക്കാൻ വേണ്ടി, തൻ്റെ പാർട്ടിക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുടില തന്ത്രങ്ങളാണ്. അതിനാണ് ഇപ്പോൾ പെട്ടെന്ന് പുള്ളിക്കൊരു തമിഴ് മാനത്തെക്കുറിച്ചുള്ള ചിന്ത പെട്ടെന്ന് ഇല്ലാത്ത പോലെ. അതുപോലെ നീറ്റ് പരീക്ഷ മാറ്റിയിട്ട് അവരുടെ പ്രദേശത്തിൻ്റെ പരീക്ഷ പെട്ടെന്ന് അങ്ങ് തമിഴ് സ്വാഭിമാന ബോധം അങ്ങ് കയറി അങ്ങ് അതിൻ്റെ ഗ്രാഫ് ഉയർത്തിയിരിക്കുക. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രം അല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല, പൊട്ടിപ്പാളീസായി. ഒരു പ്രതിപക്ഷ നേതാവെങ്കിലും ആകണമെങ്കിൽ ഈ തന്ത്രങ്ങൾ വേണം, ആ കസേരയെങ്കിലും കിട്ടാൻ. അല്ലെങ്കിൽ അദ്ദേഹം ജയിലിലാണ്, 100% ജയിലില്ല. എന്താണെന്നറിയാമോ? BJP മാത്രമല്ല ഇയാളുടെ അഴിമതിക്കെതിരെ പോരാടുന്നത്, അണ്ണാമലൈ മാത്രമല്ല, ഈ സൂപ്പർ സ്റ്റാർ വിജയും അതെ ആ കുടുംബത്തിൻ്റെ അഴിമതിക്കെതിരെയാണ് തൻ്റെ പാർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും അവർ തമ്മിൽ ഐക്യം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അടിസ്ഥാനമെന്ന് പറയുന്നത് DMK, ആൻറ്റി DMK സ്റ്റാൻസാണ്. അതേസമയം തന്നെ ദ്രാവിഡിയൻ സ്റ്റാൻസുമുണ്ട്. അപ്പോൾ ഈ ദ്രാവിഡിയൻ പൊളിറ്റിക്സിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ദുർബലമായി. ആ ദുർബലതയുടെ ഒപ്പം തന്നെ BJP ഉണ്ടാക്കുന്ന വിള്ളൽ നമുക്കറിയാം. ഈ അദ്ദേഹം സനാതന രാഷ്ട്രീയത്തെ ഉദയനിധി സ്റ്റാലിൻ എതിർക്കുമ്പോഴും സനാതന ധർമ്മികളാണ് തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം പേരും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നൊരു ഡിവിഷൻ, അതിനോടൊപ്പം ADMK അങ്ങനെ ഒന്നിച്ച് നിന്നാൽ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ജയലളിത എന്ന് പറയുന്ന ഒരു വികാരമാണ് അവരുടെ. പിന്നെ വണ്ണിയാർ സമുദായം, അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് തേവർ സമുദായമാണ്. പ്രബല സമുദായങ്ങളാണ്. അപ്പോൾ ഇതെല്ലാ ശക്തികൾ, ജാതീയവും സാമുദായികമായിട്ടുള്ള ശക്തികൾ, പിന്നെ ഈ ഭാഗത്തുള്ള മുരുകൻ എന്നുള്ള ഒരു ആ രൂഢമൂലമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് ഉയരുന്ന ഒരു സിമ്പതി, അതിനോടൊപ്പം തന്നെ വിജയ് എന്ന നടൻ DMKയിൽ ഉണ്ടാക്കുന്ന വിള്ളൽ, 100% ഉറപ്പാണ് ഭരണം 3ാം തവണ അവിടെ സ്റ്റാലിൻ ഇവിടെ സ്റ്റാലിൻ വന്നാലും അവിടെ സ്റ്റാലിൻ വരാൻ പോകുന്നില്ലെന്നുള്ളത് ഏതാണ്ട് തീർച്ചയാണ്. അല്ല, ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഈ തമിഴ്നാട്ടിലെ ഒരു വേറൊരു രാഷ്ട്രീയം കൂടിയുണ്ട്, ഈ സൗജന്യ പെരുമഴയുടെ ഒരു രാഷ്ട്രീയം അല്ലേ? അത് പലപ്പോഴും സ്റ്റാലിനും അത് തുടർന്നു. ഇത് നമുക്കറിയാം, ജയലളിതയുടെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇത് സ്റ്റാലിനും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരുപക്ഷെ വോട്ടർമാർ നിലയുറപ്പിച്ചു പോകും. അവിടെയാണ് വലിയ ഭീഷണി വരുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിജയ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ പണമുള്ള ആളാണ്, പണം കൊണ്ട് കളിക്കുന്ന ആളാണ്. പണം കൊണ്ടാണ് പ്രശാന്ത് ഭൂഷണെ വിലക്കെടുത്തിട്ടുള്ളത്. DMK കൊടുക്കുന്നതിനേക്കാൾ വലിയ ഫീസ് ഓഫർ ചെയ്താണ് അദ്ദേഹം തൻ്റെ പക്ഷത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിലപേശൽ ശക്തിയുള്ള ആളാണ് വിജയ്. സൂപ്പർ സ്റ്റാറാണ് വിജയ് എന്ന് പറഞ്ഞാൽ. തമിഴ്നാട്ടിലെ വില എന്ന് പറഞ്ഞാൽ ആരാധക ലക്ഷങ്ങളാണ്. കേരളത്തിലുള്ള ഏതൊരു നടനേക്കാളും കൂടുതൽ സമ്പാദ്യം നമ്മുടെ ഈ പൃഥ്വിരാജ് എന്നൊക്കെ പറയുന്നതിൻ്റെ എത്രയോ ഇരട്ടി സമ്പാദ്യം നേടിയിട്ടുള്ള ആളാണ്. തന്നെയല്ല ഒരു പിന്നാക്ക സമുദായത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് അതിൻ്റെ പിന്തുണയും കൂടെ ചേർന്നു. അല്ല, സ്റ്റാലിനെ എങ്ങനെയാണോ തമിഴകത്ത് ഒരു നേതാവാക്കുകയും പിന്തുണയുള്ള ആളാക്കുകയും മാറ്റുന്നത്, അതേ ഘടകങ്ങൾ തന്നെ ഇദ്ദേഹത്തിനുമുണ്ട്. അതുകൂടാതെ പിന്നെ ജയലളിതയ്ക്കൊക്കെ കിട്ടിയ ഒരു സിമ്പതി ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ്? സിനിമയിൽ നിന്ന് വരുന്നത്. MGRന് കിട്ടിയതും അതുകൊണ്ട് തന്നെ ആയിരുന്നു. അതെ. അപ്പോൾ ആ തരത്തിൽ ഈ പറഞ്ഞ ഈ ഫ്രീ ബേസ് എന്ന് പറയുന്നത് കൊടുക്കാൻ കഴിയുന്ന ആളാണ്. അതുപോലെ തന്നെ അവിടെ യാഥാർത്ഥ്യമായിട്ട് അപ്രിയ സത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാർക്കുള്ള സൗജന്യങ്ങൾ. തെരഞ്ഞെടുപ്പിന് ശേഷം മാനിഫെസ്റ്റോയിൽ പറയുന്ന സൗജന്യങ്ങളല്ല, അതിനു മുമ്പ് വോട്ടർമാർക്ക് കൊടുക്കുന്ന സൗജന്യങ്ങളാണ്. അത് നടത്താനും സമർത്ഥനായിട്ടുള്ള ഒരാളാണ് ഈ വിജയ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ. കാരണം കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം സിനിമയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. ഈ സ്റ്റാലിൻ വീഴുകയാണെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ട് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയം
കണ്ടുവരുന്ന നമ്മൾക്ക് അത് മാറി മറിയാൻ പോവുകയാണ്. ADMK എന്നുള്ള സ്ഥിതി നമുക്കറിയാം. DMKയും അപ്പോൾ ഇല്ലാതായി. ADMK ഇനിയിപ്പോൾ BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലൊരു പച്ചപിടിച്ച് വരാമായിരിക്കാം. പച്ചപിടിച്ച് വരാം. പക്ഷേ എന്തായാലും സ്റ്റാലിൻ പോകുന്ന ഉറപ്പാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയം, ദ്രാവിഡ രാഷ്ട്രീയം അവിടെ അവസാനിക്കും. നേരത്തെ തന്നെ അവസാനിച്ചിരുന്നു. പരമ്പരാഗതമായിട്ടുള്ള MGRന്റെ രാഷ്ട്രീയം വന്നതോടുകൂടി തന്നെ ആ കടുത്ത ദ്രാവിഡ രാഷ്ട്രീയം ഇല്ലാതായിത്തീരുന്നു. കാരണം അദ്ദേഹം കേരളത്തിൽ നിന്ന് വന്നതാണ്, പാലക്കാട്ട് നിന്ന് വന്നത് നായരാണ്. അപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല. ജയലളിത വന്നപ്പോൾ കർണാടകത്തിൽ നിന്നുള്ളൊരു ബ്രാഹ്മണ സ്ത്രീയാണ് അവർ. അപ്പോൾ അന്നേ പൊളിഞ്ഞിരുന്നു ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ മൂല്യം. സിനിമ വന്നപ്പോൾ അതിന് കിടപിടിക്കാൻ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിനും കഴിഞ്ഞില്ല. അതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ വീണ്ടും ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന് വീണ്ടും സിനിമ രാഷ്ട്രീയത്തിലേക്കും അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന ഏറ്റവും വലിയ എൻ്റെ രസകരമായ സനാതന രാഷ്ട്രീയത്തിലേക്കുമാണ് പോകുന്നത് എന്നുള്ളതാണ്. അത് പിന്നെ വേറൊരു ഫാക്ടറും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ കാഞ്ഞ ബുദ്ധിയുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഈ തമിഴ് കാശി സംഘം എന്തിനാണ് സംഘടിപ്പിച്ചതെന്നറിയാമോ? ഈ സെങ്കോൽ എന്ന് പറയുന്ന പാർലമെൻറ്റിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് ശ്രീലങ്കയുടെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? അദ്ദേഹവുമായിട്ട് കച്ചൈത്തീവ് തർക്കം ഇന്ത്യയിൽ വരികയൊക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചു വയ്ക്കുന്നതിന് ഇപ്പം മോദി ഒരു വാക്ക് പറഞ്ഞ ആ പരിപാടി അവർ നിർത്തും. അതുപോലെ ഇന്ത്യ നമ്പർ 1 ഫ്രണ്ട് ഇന്ത്യയാണെന്ന് അവിടെ അദ്ദേഹം തന്നെ പറഞ്ഞത്. ഇന്ത്യ പറഞ്ഞിട്ടില്ല ശ്രീലങ്ക നമ്പർ 1 എന്ന്, പക്ഷേ അവർ പറഞ്ഞു. അപ്പം ഇനി വലിയ കളികൾ നടക്കാൻ പോവുക. ഒന്നും വേണ്ട, പുള്ളിക്ക് പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി. വീടിന് വേണ്ടിയിട്ടല്ല, നാട് നന്നാക്കാൻ. അതിൻ്റെ ഒരു നല്ല പങ്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് തമിഴ്നാട്ടിൽ വിനിയോഗിക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ഷീ ജിൻപിങ്ങിനെ എന്തിനാ മഹാബലിപുരത്ത് കൊണ്ടുവന്ന്? ഉദയ്പൂർ കൊട്ടാരം മോശമാണോ? ഉദയ്പൂരിൽ കൊണ്ടുപോകാതെ അല്ലെങ്കിൽ മൗണ്ട് അബുവിൽ കൊണ്ടുപോകാതെ? അപ്പോൾ കാഞ്ഞ ബുദ്ധി ഇതൊക്കെ മുമ്പേ കണ്ട് ഒരു മുഴ മുമ്പേ എറിഞ്ഞിട്ടുണ്ട് മോദി. അതിന് കൂടുതൽ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. സ്റ്റാലിൻ്റെ തൊപ്പി തെറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞ് BJP വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വിജയോ BJPയോ വന്നിരിക്കും അവിടെ, ഉറപ്പിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.